ഇതിലിപ്പോൾ ഈ പുറത്ത് നടക്കുന്ന വാർത്തകൾ വെച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഏതായാലും ഞങ്ങൾക്ക് ഒഫീഷ്യലായി ഒരു കമ്മ്യൂണിക്കേഷനും കിട്ടിയിട്ടില്ല സോഫാർ. ഈ നിമിഷം വരെ LDFൻ്റെ ഭാഗത്തുനിന്നോ മറ്റും അദ്ദേഹം LDFൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞുള്ള കത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഡിസിഷൻ സ്പീക്കർ ഓഫീസിന് എടുക്കാൻ പറ്റുന്നതല്ല. ഏതായാലും അങ്ങനൊരു കത്ത് LDF തന്നാൽ ആ ഘട്ടത്തിൽ ആലോചിക്കും, ആ ഒരു കത്ത് അൻവർ തന്നാൽ ആ ഘട്ടത്തിൽ ആലോചിക്കും. അത്രമാത്രമാണ് അതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്രയധികം കസേരയുള്ളപ്പോൾ ഇതിനെ നിലത്തിരിക്കേണ്ട കാര്യം? കേരള നിയമസഭയ്ക്കൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 250 ആക്കിയിരിക്കാനുള്ള ചെയർ സീറ്റുണ്ട്. അപ്പോൾ നിലത്തിരിക്കേണ്ടതൊരു സാഹചര്യം ഉണ്ടാവില്ല. ഇല്ല, അതിലിപ്പോൾ ഞാനൊരു ഘട്ടത്തിൽ പറഞ്ഞു, ഇതിൽ തന്നെ ഈ ചോദ്യപേപ്പർ തന്നെ ഒരുപാട് ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങൾക്ക്. ഞാനിപ്പം നൽകിയത് അപ്പോൾ ഔട്ട് ഓഫ് സിലബസ് പറയേണ്ട കാര്യമില്ലല്ലോ. അന്നേരം നോക്കിയാൽ പോരെ, സഭയിൽ ഉയർന്നു വരും ആ ഘട്ടത്തിൽ പറഞ്ഞാൽ പോരെ. തിരുവനന്തപുരത്ത് മഴ പെയ്യുമ്പോൾ നമ്മൾ തലശ്ശേരിയിൽ നിന്ന് മുണ്ടുപോത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിൽ മുഖ്യമന്ത്രി തന്നെ വളരെ ക്ലിയറായി ഏതാണ്ട് 1 മണിക്കൂറിലേറെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റിൽ കാര്യങ്ങൾ പറഞ്ഞു. അത് നിങ്ങൾക്കും ബോധ്യമുണ്ട്, സ്പീക്കർ എന്ന നിലയിൽ എനിക്കും ബോധ്യമുണ്ട്. അത്തരമൊരു പരാമർശമൊന്നും നടത്തുന്ന ഒരാളല്ല എന്ന് എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് കാലം അറിയുന്ന ഒരാളാണ്. അങ്ങനെയും നടത്തുന്ന ഒരാളല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നോ ഏതെങ്കിലും ഒരു ജില്ലയെ ടാർഗറ്റ് ചെയ്യുന്നോ എൻ്റെ അനുഭവത്തില്ല. ഞാൻ ഏതാണ്ട് 10-28 വർഷമായിട്ട് കാണുന്ന ഒരാളാണ്. ചെയറിനെന്ത് വെല്ലുവിളിയെന്ന് ഏതംഗം ഏത് നിലപാട് സ്വീകരിച്ചപ്പോൾ ചെയറിന് പറയാൻ പറ്റുമോ? അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളല്ലേ. അദ്ദേഹം ഒരു സ്വതന്ത്ര അംഗമാണ്, LDF സ്വതന്ത്രനായിരുന്നു, ഇപ്പോൾ സർവ്വതന്ത്ര സ്വതന്ത്രനായി. അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചാലും അതൊന്നും ചെയറിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനിക്കാം. ഏതായാലും സീറ്റ് കിട്ടാത്ത പ്രശ്നം വരില്ല.